2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. എങ്ങനെയും നഷ്ടപ്പെട്ട ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ്. 10 വർഷക്കാലമായി അധികാരത്തിന് പുറത്തു നിൽക്കുന്ന കോൺഗ്രസിന് ഇത് നിലനിൽപ്പിൻ്റെ കൂടി പോരാട്ടമാണ്. UDF സംവിധാനം നിലനിന്നു പോകുവാൻ 2026 വിജയം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു KPCC. അതിൽ കോൺഗ്രസ് ഇപ്പോൾ വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു ജില്ല അത് കോഴിക്കോട് ജില്ലയാണ്. 13 നിയമസഭാ സീറ്റുകളിലുള്ള കോഴിക്കോട് UDFനെ സംബന്ധിച്ച് 2 MLAമാരാണുള്ളത്. കൊടുവള്ളിയിൽ MK മുനീറും വടകരയിൽ KK രമേശും. ബാക്കിയുള്ള 11 സീറ്റും ഇടതുമുന്നണിയുടെ കയ്യിലാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കോഴിക്കോട് നിന്നും ഒരു MLA കോൺഗ്രസിന് നിയമസഭയിൽ എത്തിയിട്ടില്ല. അതിൽ നിന്നൊരു മാറ്റമാണ് ഇപ്പോൾ പാർട്ടി ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി കൂടിയാണ് ഷാഫി പറമ്പിൽ എന്ന കോൺഗ്രസിന്റെ വജ്രായുധത്തെ കോഴിക്കോട് ജില്ലയിൽ അയച്ചത്. പേരാമ്പ്ര സംഘർഷത്തിന് തൊട്ടു മുമ്പ് ഷാഫി പറഞ്ഞത് കോഴിക്കോട് നിന്നും മിനിമം 4 കോൺഗ്രസ് MLAമാർ ഇത്തവണ നിയമസഭയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ്. അത് ഏതൊക്കെയാകും എന്നുള്ള കണക്ക് കൂട്ടലുകളിൽ വ്യക്തമാവുന്നത് കോഴിക്കോട് നോർത്ത്, കൊയിലാണ്ടി, നാദാപുരം, പിന്നെ ലീഗിൽ നിന്നും വെച്ചുമാറാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന തിരുവമ്പാടിയുമാണ്. ഈ 4 സീറ്റുകൾ തിരിച്ചു പിടിക്കുവാനുള്ള തയ്യാറെടുപ്പ് അണിയറയിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കോഴിക്കോട് നോർത്തിൽ വീണ്ടും KN അഭിജിത്തിനെ ഇറക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. കഴിഞ്ഞ തവണ ഏതാണ്ട് 12,500ഓളം വോട്ടുകൾക്കാണ് അഭിജിത്ത് തോട്ടത്തിൽ രവീന്ദ്രനോട് പരാജയപ്പെട്ടത്. ഒരുപക്ഷെ അഭിജിത്തിനെ കൊയിലാണ്ടിയിലേക്ക് മാറ്റി PM നിയാസിനെയോ അല്ലെങ്കിൽ DCC അധ്യക്ഷൻ കൂടിയായ പ്രവീൺ കുമാറോ അവിടെ മത്സരിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. അല്ലെങ്കിൽ ഒരു വട്ടം കൂടി അഭിജിത്തിനെ പരിഗണിക്കുവാനും സാധ്യതയുണ്ട്. മറ്റൊരു മണ്ഡലമായ കൊയിലാണ്ടിയിൽ വലിയ മുന്നേറ്റം കോൺഗ്രസ് കാഴ്ചവെക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. 8400 വോട്ടിന് മാത്രമാണ് ഇവിടെ കാനത്തിൽ ജമീല സുബ്രഹ്മണ്യനെ പരാജയപ്പെടുത്തിയത്. ഇത്തവണ അഭിജിത്ത് കൊയിലാണ്ടിയിൽ വരികയോ അല്ലെങ്കിൽ പ്രവീൺ കുമാർ തന്നെ കൊയിലാണ്ടി ഏറ്റെടുക്കുകയോ ചെയ്താൽ ഉറപ്പായും ഒരു മാറ്റം കൊയിലാണ്ടിയിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് പാർട്ടി നേതൃത്വവും അണികളും ഉള്ളത്. നാദാപുരത്തെ സംബന്ധിച്ച് നാദാപുരം കഴിഞ്ഞ തവണ മത്സരിച്ചത് പ്രവീൺ കുമാറായിരുന്നു. അവിടെ EK വിജയനോട് വെറും 4000 വോട്ടുകൾ മാത്രമാണ് അന്ന് പ്രവീൺ കുമാർ പരാജയപ്പെട്ടത്. എന്നാൽ ഇത്തവണ നാദാപുരത്ത് റിജിൽ മാക്കുറ്റി എന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ പരിഗണിച്ചേക്കുമെന്നതാണ് സൂചനകൾ. ലീഗിന് നിർണായക സ്വാധീനമുള്ള നാദാപുരത്ത് ലീഗുകാർ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു വ്യക്തി കൂടിയായ റിജിൽ മാക്കുറ്റിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ റിജിലിനെ ഇറക്കിയ മണ്ഡലം തിരിച്ചുപിടിക്കുവാനുള്ള കരുക്കളാണ് അണിയറയിൽ നീക്കുന്നത്. തിരുവമ്പാടിയിലാകട്ടെ കഴിഞ്ഞ 2 തവണയും ലീഗ് മണ്ഡലം കൈവിട്ടത് ചെറിയ വോട്ടുകൾക്ക് മാത്രമാണ്. അവിടെ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ സുഖമായി ആ മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് ആ സീറ്റ് നൽകാൻ ലീഗ് തയ്യാറാവുന്നത്. കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ നിശ്ചയമായും VS ജോയ് അവിടെ മത്സരിക്കുമെന്നത് ഉറപ്പാണ്. കോൺഗ്രസ് പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്ന ഈ 4 സീറ്റുകളും നിലവിൽ UDFന്റെ കയ്യിലുള്ള 2 സീറ്റുകൾ നിലനിർത്തുകയും അതുപോലെ ലീഗിന്റെ കുറ്റിയാടി മണ്ഡലം പാറക്കൽ അബ്ദുള്ളയിലൂടെ തിരിച്ചുപിടിക്കുകയും ചെയ്ത് കോഴിക്കോട് നിന്നും UDFന്റെ 7 MLAമാരെ 2026 കേരള നിയമസഭയിലേക്ക് അയക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നത്.